ഹാപ്പി ബർത്ത്ഡേ സൈമ. ഹാപ്പി ബർത്ത്ഡേ. ഹായ് ഹലോ അസ്സാം വലൈക്കും. നമസ്കാരം, നിഷിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞു ബേബിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം എല്ലാവരും ദുആ ചെയ്യുമ്പം ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. എൻ്റെ കുട്ടിക്ക് എല്ലാവിധ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നിറഞ്ഞ 1000 ജന്മദിനങ്ങൾ വരട്ടെ. അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ എല്ലാ ഉയർച്ചയിലും അവൻ്റെ കൂടെ നിൽക്കുന്ന, അവനെ സന്തോഷിപ്പിച്ച് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ച് കൊടുത്ത് കൂടെ നിൽക്കുന്ന ഒരു മമ്മയായിട്ട് ഒപ്പം കൂടെ എന്നും ഉണ്ടാവാൻ എനിക്കും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്താം. And it's the ultimate Rey Mysterio. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കും അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ് ഒക്കെ വാങ്ങി സെറ്റാക്കിയിട്ട് കുട്ടികൾ, അതായത് നാത്തൂൻ്റെ മോനും പിന്നെ എൻ്റെ ഇത്താൻ്റെ മോനും പിന്നെ എൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് അവനൊരു ടോയ് ഒക്കെ വാങ്ങി സെറ്റാക്കി 12 മണിയായപ്പോൾ എല്ലാവരും കൂടി റൂമിൽ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് എന്നെ അവനെയൊക്കെ വിഷ് ചെയ്ത് അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് ബർത്ത്ഡേ ദിവസം തുടങ്ങുന്നത്. 12 മണിക്കുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് നേരമായി എല്ലാവരും കിടക്കാൻ പോയതിന് ശേഷം എന്തിനാണെന്നറിയില്ല ജായു വല്ലാതെ കുറേ നേരം കരഞ്ഞു. അതൊന്നും അവനോട് ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തിനാ കരയുന്നതെന്ന്. പക്ഷേ നോ റീസൺ എന്നാണ് അവന് റീപ്ലൈ തന്നുകൊണ്ടിരുന്നിരുന്നത്. അവൻ തന്നെ അറിയില്ല എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. ഉമ്മണ്ട് കേട്ടോ. എന്താ ഇന്ന് എൻ്റെയും ജായുൻ്റെയും ബർത്ത്ഡേ ആണ്. എന്താ പറയാന്നൊന്നും അറിയില്ല. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തണം ഞങ്ങളെ. എൻ്റെ കൂബിമാക്ക് പഠിച്ചവന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. രാവിലെ എണീറ്റപ്പോൾ അത്ര ഓക്കെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ജായു ഞാൻ ഓക്കെ അല്ലാന്ന് കാണുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നതാണ് എപ്പോഴും ക്യാമറ ഓൺ ആക്കിയിട്ട് വരും. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ മമ്മ എപ്പോഴും ചിരിക്കല്ലേ എന്നുള്ളൊരിതാണ് അവന്. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ. വൈകുന്നേരം സായിത്താത്തയും അബിയും കുട്ടികളും എല്ലാവരും വരും. ഭാബി ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഴിയെ കാണാം അല്ലേ. ഇതാണ് ബർത്ത്ഡേ കുട്ടി, പല്ലില്ലാത്ത ബർത്ത്ഡേ കുട്ടി. ഇതും ഒരു ബർത്ത്ഡേ കുട്ടി. പെണ്ണ് പെണ്ണ്. അപ്പൊ കാണാട്ടോ. ഇവിടെ കൈ കാണിക്ക. അപ്പോൾ ഞാൻ കൂബിമാക്കൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അവനെ ഒന്ന് റെഡിയാക്കി നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ്. ഇനി ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ വഴിയെ കാണാം. വാ കുളിക്കാം. കുളിച്ച് ഡ്രസ്സ് മാറാം, പുതിയ ഡ്രസ്സ് ഇട്ടരാം. കുളിക്കാം. ഹാപ്പി അല്ലേ മുത്ത്? അമ്പച്ചൻ ഇന്ന് ആരൊക്കെ വിളിച്ച് വിഷ് ചെയ്ത്? ടീച്ചർ വിളിച്ചില്ലേ? എന്താ പറഞ്ഞു ടീച്ചർ? നാളെ സ്കൂളിൽ വരുമ്പോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ്, അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു അവനെ ഹാപ്പി ആവാൻ എന്താ മമ്മ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ലാഡറിലൊന്ന് പോയിട്ട് പിന്നെ അവിടെ കിഡ്സ് ഏരിയ ഉണ്ടല്ലോ, അവിടെ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആവുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. It's my birthday, so I decided to go to ladder. See that? Lada Land. I'm gonna go inside of Lada Land. Come on, Dad. And this is my birthday
ലാഡാലാൻഡിൽ പോയപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു എന്തൊക്കെയോ ചെയ്യണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അവൻ്റെ മുഖത്ത് ചിരി കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന അതാണല്ലേ. നമ്മുടെ മക്കളുടെ മുഖത്ത് സന്തോഷം വരുന്നത് കാണുക, അവർ ചിരിക്കുക, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ് എന്തായാലും അവൻ്റെ ബർത്ത്ഡേ ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് അവനെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റി. എൻ്റെ കൂടെ അതിന് ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ നല്ല ഹാപ്പിയായി, അതുകൊണ്ട് തന്നെ ഞാനും ഒരുപാട് ഹാപ്പിയായി അൽഹംദുലില്ലാഹ്. പിന്നെ ലാഡറിൽ തന്നെ ഇപ്പം ലൈവ് 7 എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെന്തായാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ജായിന് ടോയ്സ് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കസിൻസും അവൻ്റെ അമ്മായിമാരൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ അവിടെ പോയിട്ടോ. അപ്പോൾ നോക്കിയപ്പം ഒരുപാട് ടോയ്സ് ഏരിയ അങ്ങനെ അല്ലെങ്കിലും ഒത്തിരി ക്വാളിറ്റി ഉള്ള നല്ല ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ജായിന് 1-2 ടോയ്സൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. Realistic. Guys, look. ഈ പ്രൈം എന്ന് പറയുന്ന ഒരു എനർജി ഡ്രിങ്ക് ആദ്യം സെലക്ട് ചെയ്തിരുന്നു കേട്ടോ, അവന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ പരിചയമൊന്നുമില്ല എനിക്ക്. അപ്പം ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷേ ബില്ല് പേ ചെയ്യാൻ പോയപ്പം അതിൻ്റെ റേറ്റ് കേട്ടിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ എനർജി ഡ്രിങ്ക്. ഒന്നാമത് അവർ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെയൊന്നും വാങ്ങി കുടിക്കേണ്ട, അത് കരുതി ഞാനത് അവിടെ തന്നെ തിരിച്ചു വെപ്പിച്ചു കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ഒരു കൂപ്പൺ ഫില്ല് ചെയ്തിട്ടുള്ളൊരു കോൺടെസ്റ്റ് എന്തോ നടന്നിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൽ ജായി കൂപ്പണൊക്കെ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കിട്ടോ കാറ്? പിന്നെ ടോയ്സ് വാങ്ങിയപ്പോ സന്തോഷായോ? Both of them are features, but my favorite is Phoebe. നടത്തോ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഏൽപ്പിക്കുക ചെയ്തത് കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഏൽപ്പിച്ചിട്ടുള്ളത്. ദം ബിരിയാണി അല്ല, റൈസ് വേറെയും മസാല വേറെ ആയിട്ടുള്ള ബിരിയാണി അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ബാക്കി നമ്മളെ വീട്ടിലുള്ള ആളുകളൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും സായിത്താത്തയും അബിയും ബാബിയും കുട്ടികളും എല്ലാവരും വന്നു കേട്ടോ. അവന് കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും എത്തി. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അവന് ടോയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം, എല്ലാ കുട്ടികളെയും പോലെ തന്നെ. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അവൻ്റെ മുഖത്തുള്ളൊരു എക്സ്പ്രഷനും ആ ഒരു സന്തോഷമൊക്കെ കാണാനേ നല്ല രസമാണ്. അങ്ങനെ പിന്നെ ഈ കൊണ്ടുവന്ന ട്രെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കുട്ടികളിരുന്നിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് വന്നു കേട്ടോ.
താങ്ക് യു. ഓക്കെ ട്ടാ. സൈൻ്റെ കേക്ക്. അപ്പോൾ സ്വിസ്ബെറി എന്ന് പറഞ്ഞൊരു കേക്ക് ഷോപ്പിൽ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഒറ്റപ്പാലം 19-ാം മൈൽ ജൂബിലി റോഡിൽ വീട്ടിൽ തന്നെ ചെയ്യുന്നവരാണ്. അപ്പം മുന്നേ ഞാനൊരു തവണ ഇവിടെ നിന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ട്. നല്ല യമ്മി കേക്കായിരുന്നു കേട്ടോ. കാണാനും അതെ ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാനൊരു പോ പെട്രോൾ തീമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സായിനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല രസത്തിൽ ചെയ്ത് തന്നിട്ടുണ്ട്. കിട്ടും. അവൻ്റെ കണ്ണിലെ ആ സന്തോഷം, ചുണ്ടിലെ ആ ചിരി, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അൽഹംദുലില്ലാ എനിക്കത് അവനക്ക് കൊടുക്കാൻ പറ്റിയല്ലോ. എന്നും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. Happy birthday to you. Happy birthday. Salute. But after that, I want to cut by myself. Okay? ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു പീസ് കൊടുക്കും. And after that, I want to cut by myself. ഓരോ പീസ് അടിച്ചിട്ടാ ഓരോന്നിലും അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നോക്കട്ടെ സായിന്റെ ഫ്രണ്ടിനെ. എന്താ സ്ലൈമിന്റെ പേരെന്താ? Slimy. The slime. Slimy the slime. അങ്ങനെ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ എപ്പോഴത്തെ സ്ഥിരം ഡ്രസ്സ് അവൻ്റെ കൺഫി ഷോഷി ഇട്ടിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് രേഖാചിത്രം മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവനൊന്ന് പോയി കുറച്ച് നേരം മൂവി കണ്ടിരിക്കണേ. അപ്പോൾ അവന് ഭയങ്കര പേടിയായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണിത്. Mama, the movie theater party is very scary. You know why? Why? One girl's son was sleeping in bed, and then for no reason, her mother, his mother came and like, and then the son was like, and then the mother wrapped around, and then son make mother fall, but then son was in and the mother was on top, and then
take his phone and wrapped around and like, then like. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ കുഴപ്പമൊന്നുമില്ലാതെ അൽഹംദുലില്ലാ നല്ല സന്തോഷത്തിൽ അവസാനിച്ചു. അവരൊക്കെ ഫിലിം കഴിഞ്ഞിട്ട് പോയി. ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. Close your eyes. Close your eyes. Close your eyes. Don't sleep. Hey. What? Surprise gift ഉണ്ട്. Should I show my hands? Yeah. It's big. Open. Wait. What is this? Is this my cheese toy? Wait. No, it is. മിച്ചി ഓർഡർ കൊടുത്തതാണ്. ബർത്ത്ഡേക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. Sorry, I'm overexcited. Wait, can we actually pick up traffic cones? Oh man, we can. But, Mama. ഇത് കുറച്ചായിട്ട് ജായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോയ് ആണ് കേട്ടോ. എന്തുകൊണ്ടോ അത് ക്യാൻസലായി പോയി മുന്നേ. ഇതിപ്പം ഞാൻ വീണ്ടും ഓർഡർ കൊടുത്തതാണ്. അത് ബർത്ത്ഡേക്ക് കിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ അത് 2 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. അപ്പോൾ ജായു ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റേ ദിവസം കുറച്ച് നല്ല അധികം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അത്ര ചെറുതല്ലാത്തൊരു സംഭവം ലൈഫിലുണ്ടായി. കൂടുതൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ഒരു ടോയ് എനിക്ക് കിട്ടിയപ്പം 2 ദിവസം ലേറ്റായിട്ടാണ് കിട്ടിയതെങ്കിലും എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം മോനെ ഓക്കെ ആക്കി കൊണ്ടുവരുമ്പോൾ ഇങ്ങനൊരു ടോയ് കൂടി കിട്ടിയപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ അത് നല്ലൊരു കാര്യമായി. 2 ദിവസം ലേറ്റ് ആയെങ്കിൽ കൂടി എനിക്കത് ആ സമയത്ത് കിട്ടിയപ്പം അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് സന്തോഷമായി. Satisfaction? Do you like it? It sounds like fireworks. You try? I'm squeezing it. ഇത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം. ഷാനു ഓപ്പൺ ആക്കടാ. എവിടെ? ഇതാ നമ്മുടെ സാധനം. We need scissors for unboxing. What? More scissors. Cheese is unboxed. Use your cheese. I love his hat. I love his hat. And his card. His card. Guys, this is the final product. Now I have my video. Jessica. Guys, I have been waiting for this for 2 months. Thanks. Hello, Pachuni. ഹാപ്പി ആയില്ലേ? അത് മതി കുഞ്ഞു, അത്രയും മതി മമ്മാക്ക്. നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, അത് കേട്ടാൽ മതി. എന്നും അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ.